അണുക്കളൊക്കെ തടയാനും അതുപോലെ തന്നെ കറക്റ്റ് ഡൈജഷൻ നടക്കുന്ന ഭാഗമായിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ബാഡ് ബാക്ടീരിയാസ് ഒക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാനും നല്ല ബാക്ടീരിയാസിനൊക്കെ നമ്മൾ ഉള്ളിൽ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. നമ്മൾ പലരും ചെയ്യുന്നൊരു തെറ്റായ ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് വെള്ളം കുടിക്കാറ്. അത് തെറ്റായ ഒരു രീതിയാണ്. കറക്റ്റ് നമ്മൾ എഴുന്നേറ്റ ഉടനെ പല്ലും തേക്കുന്നതിന് മുന്നേ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണങ്ങൾ നമുക്ക് കുറെ ഇഷ്ടത്തോളം ഗുണങ്ങളായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 17 ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഈ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കുടിച്ചാലുള്ള ഒരു 17 ബെനിഫിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് നോക്കി വെക്കാം. ശരിക്കും നമ്മളെ ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ഗുണമാണ് നമ്മൾ ഈ വെള്ളം കുടിക്കാന്നുള്ളത്. ശരിക്കും ഹൃദയമിടിപ്പിനെ കറക്റ്റ് ത്വരിതപ്പെടുത്താനും കൂടുതലായിട്ട് ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മളെ മോർണിംഗിലുള്ള ഒരു ദിവസത്തിലുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വാട്ടർ ഇൻടേക്കിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കോച്ചുമാർക്ക് പറഞ്ഞു തരാറുണ്ട് നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളൊക്കെ പുതിയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, കോച്ചുമാർക്കൊക്കെ അറിയാൻ പറ്റും. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും 20 കിലോയുള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം തോതിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. 40 കിലോക്ക് 2 ലിറ്റർ, 60 കിലോക്ക് 3, 80 കിലോക്ക് 4 ലിറ്റർ രീതിയിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മള് ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ നമ്മളെ ഇംപ്രൂവ് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനിലൊക്കെ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ബ്ലഡ് നമുക്ക് എത്രത്തോളം വെള്ളം ഇമ്പോർട്ടൻ്റ് ബ്ലഡിൽ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് നമ്മളെ ഈ വെള്ളം ഇൻടേക്ക് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ നമ്മളെ വേസ്റ്റ് റിമൂവൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഉള്ളിലുള്ള ടോക്സിക്കുകളെ വേസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഇത് വെള്ളം കുടിക്കുന്നത് ഭാഗമായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലഷ് ഔട്ട് ഓഫ് ടോക്സിൻസ്, അതുപോലെ തന്നെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെള്ളം സഹായിക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് എനർജി ആൻഡ് അലേർട്ട്നെസ്. ശരിക്കും നമ്മൾ എനർജി നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും നമുക്കൊരു മൈൻഡ് അലേർട്ട് ആവാനും നമ്മൾ ഈ ഒരു വെള്ളം കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് വെയിറ്റ് ഹെൽത്തി ലോസ്. ശരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനാണ് മിക്കവാറും ആളുകൾ ഇതിൽ വന്നിട്ടുള്ളത് അല്ലെ. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ നമ്മളെ ഈ വാട്ടർ ഇൻടേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഈ വെള്ളം നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവ് കംപ്ലക്ഷൻ, അതായത് നമ്മുടെ നിറം മെച്ചപ്പെടുത്താൻ പല ആളുകളും നേരത്തെ പറഞ്ഞത് ഒരേ പോയിന്റ് തന്നെയാണ്. നിറം മെച്ചപ്പെടുത്താൻ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട്സ് മസിൽ ബിൽഡിങ്ങിന് നമുക്ക് അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ 75% മസിൽ ബിൽഡിങ്ങിന് നമ്മളെ വെള്ളം സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ ഹാലയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം ഞാനും ഹാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭയങ്കര എനർജിയാണ് നമുക്ക് രാവിലെ ഹാലയിൽ ആ ഒരു മണിക്കൂറുള്ള സെഷനിൽ പങ്കെടുത്താൽ. അപ്പൊ അത് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ പ്രൊഡക്റ്റുകളും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ, നമ്മളെ ബുദ്ധി വികാസത്തിനൊക്കെ നമ്മളെ ഈ വെള്ളം നമുക്ക് വെള്ളം കൂടി കറക്റ്റായുള്ള വെള്ളം കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡേക്ക്, തലവേദന കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രിവെന്റ് കിഡ്നി സ്റ്റോൺ, നേരത്തെ പറഞ്ഞ അതേയൊക്കെ പോയിന്റുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രിവെന്റ് ക്രാംസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മള് വെള്ളം നിലനിർത്താൻ, നമ്മുടെ ശരീരം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. സപ്പോർട്ട് ജോയിന്റ്സുകൾ, നമ്മളെ ജോയിന്റ് കറക്റ്റ് പെർഫെക്റ്റ് വർക്ക് ചെയ്യാനും ജോയിന്റിൽ ഫ്ലൂയിഡ് നിലനിർത്താനൊക്കെ നമ്മൾ ഈ വെള്ളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, പല ആളുകൾക്കും ബാക്ക് പെയിൻ ഉണ്ട്. അതുപോലെ തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഈ കറക്റ്റ് വാട്ടർ ഇൻടേക്ക് നമുക്ക് ബാക്ക് പെയിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെൻസ് ബാഡ് ബ്രീത്ത്, പല ആളുകൾക്കും വരുന്ന സംഭവമാണ് സ്മെല്ലിലെ വായല് ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അത് ഇല്ലാതാക്കാനും ഈ വെള്ളം കൂടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാലോ. ശരിക്കും നമ്മൾ കറക്റ്റ് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കറക്റ്റ് വാട്ടർ ഇൻടേക്ക്. പക്ഷെ ഇപ്പൊ ചില ആളുകളിൽ, ഇപ്പൊ കോച്ചസ് ആണെങ്കിലും പല ആളുകളിലും ഈ റിസൾട്ട് എടുത്ത വ്യക്തികൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അല്ലെ. ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കോച്ചേഴ്സ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും കുറെ കോച്ചേഴ്സൊക്കെ ഇതുപോലെ നമ്മൾ പ്രോപ്പർ രീതിയിൽ വെള്ളം കുടിക്കാത്ത ആളുകളുണ്ട്.
അപ്പൊ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ ഒരു 10 ലക്ഷണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തലവേദന, നമ്മൾ ശക്തമായ രീതിയിൽ തലവേദന ഉണ്ടാവാറുണ്ട്. എന്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗമായിട്ട് ശരിക്കും ഞാൻ കറക്റ്റ് വെള്ളം കുടിക്കാത്തത് കാരണമാണ് എനിക്ക് തലവേദന ഉണ്ടായിരുന്നത്. 18 വർഷമായിട്ട് അനുഭവിച്ചത് ഒരു ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ എന്ന ഒരു ബുദ്ധിമുട്ട്. ഇത് ഞാൻ കറക്റ്റായിട്ട് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്റെ കോച്ച് പറയുന്ന രീതിയിലുള്ള വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ എന്റെ തലവേദന മാറ്റങ്ങൾ വരുത്തി. അതുപോലെ ന്യൂട്രീഷൻ ആഡ് ചെയ്ത ഭാഗമായിട്ട് തലവേദനയുടെ മാറ്റങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഈ വെള്ളം അതിനൊരു ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ് നമ്മൾ പ്രോപ്പർ ഉള്ള വാട്ടർ ഇൻടേക്ക്. നെക്സ്റ്റ്, അതുപോലെ നമ്മളെ ശ്രദ്ധക്കുറവ്. ശരിക്കും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വെള്ളം കുടിച്ചിട്ടില്ലാണ്ടെങ്കിൽ ആകെ ടയർഡായിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്ക് ശ്രദ്ധകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ജോലി ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒക്കെ ഈ വെള്ളം കുടിക്കാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ ഇത് നോക്കി പിക്ചർ നോക്കി അറിയാൻ പറ്റും. വരണ്ട വായ, ഈ നാവൊക്കെ ഈ വെള്ളം കുടിക്കാതെ കുട്ടികളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ശരിക്കും നമുക്ക് കുട്ടികളിലും വെള്ളം കുടിയുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് കുട്ടികൾക്കും വെള്ളം പ്രോപ്പറായി കൊടുക്കണം. കുട്ടികൾ വെള്ളം കുടിക്കില്ല, നമ്മൾ വെള്ളം കൊടുക്കൂല. കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ മാത്രം വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ട്. ശരിക്കും നമ്മൾ ഈ വെള്ളം കറക്റ്റ് കുടിച്ചില്ലെങ്കിൽ ഇതുപോലെ വരണ്ട വായ ഇതുപോലെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ സ്കിന്നില് ഇതേപോലെ മാറ്റങ്ങൾ വരും. സ്കിന്നിൽ ചെറിയ ഡ്രൈനെസ് ഒക്കെ ഈ ഭാഗങ്ങളിലൊക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, അതുപോലെ നമ്മളെ മലബന്ധം, കറക്റ്റ് ആയിട്ട് ഡൈജഷൻ നടക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ശരിക്ക് നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോയാൽ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ്, കറക്റ്റ് ആയിട്ട് ഒരു എക്കശങ്ക പോലെ വരിക, ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതകൾ കൂടുതലാണ് കറക്റ്റ് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, അതുപോലെ തന്നെ വായനാറ്റം. ഇപ്പൊ നമ്മൾ പല ആളുകളും കുറച്ച് ആളുകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ടൗണിലൊക്കെ പോണ സമയത്ത് നമ്മൾ അടുത്ത് ചില ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ വല്ലാതെ വായനാറ്റം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കുറെ ആളുകൾ പുതുതായിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ കറക്റ്റ് വാട്ടർ ടേക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് വെള്ളം കുടിക്കുന്ന സമയം എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാത്ത സാഹചര്യത്തിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പ്രോഗ്രാമിൽ വന്ന് കറക്റ്റ് വെള്ളം കുടിച്ചപ്പോ ഇതിൽ നല്ല മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, അതുപോലെ ഫുഡിനോടുള്ള ക്രേവിങ്സ്. നമ്മൾ കറക്റ്റ് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ജങ്ക് ഫുഡ് ആണെങ്കിലും ഓരോ ഫുഡിനോടുള്ള ക്രേവിങ്സ് കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് എന്തൊരു ഫുഡ് കാണുമ്പോഴുള്ള വിശപ്പ്, ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് അനുഭവപ്പെടും ഈ വെള്ളം കുടിക്കാത്ത സാഹചര്യത്തിൽ. അപ്പൊ നമുക്ക് ചില ഫുഡുകളോട് നമുക്ക് കൂടുതലായിട്ട് ആർത്തി തോന്നും. അതുപോലെ കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഭാഗമായിട്ട് നമ്മൾക്ക് എക്സസ് വെയിറ്റ് ആവാനും സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. നമുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്ക ക്ഷീണം പോലെ ഉണ്ടാവുക, ജോലി ചെയ്യുമ്പോൾ ടയേർഡ് ആവുക, അതുപോലെ തന്നെ എന്തിനും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റങ്ങൾ വരിക, ക്ഷീണങ്ങൾ, പല രീതിയിലും ക്ഷീണം അനുഭവപ്പെട്ട സാഹചര്യങ്ങൾ ഈ കറക്റ്റായിട്ട് നമുക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാൻ വൺ ഓഫ് ദ റീസൺ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കൂടി ഇല്ല എന്നുണ്ടെങ്കിലാണ്. കാരണം വെച്ചാൽ ഹൃദയമിടിപ്പ് ഇൻക്രീസ് ചെയ്യാന്, അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സ്റ്റെക്ക് വരും. നമ്മള് കറക്റ്റ് ബ്രീത്ത് വരാത്ത സാഹചര്യം, ഇടയ്ക്ക് സ്റ്റെക്ക് വരാനൊക്കെ നമ്മൾ ഇതുപോലുള്ള വെള്ളം കൂടി കറക്റ്റ് ഇല്ലെങ്കിൽ സാധ്യതകളുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. പിന്നെ അതുപോലെ തന്നെ മസിൽ ജോയിന്റ് പെയിൻ, നേരത്തെ പറഞ്ഞത് പ്രോഗ്രാം തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളും കുടിച്ചിട്ടില്ലെങ്കിൽ ദോഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസിൽ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മസിൽ കയറൽ, പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മസിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മസിൽ പെയിൻ വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ജോയിന്റ് പെയിൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കൂടി ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. നെക്സ്റ്റ്, ഇത് പറഞ്ഞു. നെക്സ്റ്റ്, ഡ്രൈ സ്കിന്ന്. അത് നോക്കി നോക്കൂ. ഈ ഒരു പല രീതിയിൽ നമുക്ക് ചുണ്ട് വിണ്ട് കീറുക, അതുപോലെ തന്നെ മൂക്കിന്റെ ഭാഗങ്ങളിൽ ചെറിയ ഒരു തൊലി ഇങ്ങനെ പോണ സാഹചര്യം, കൈയിന്റെ ഭാഗങ്ങളിൽ തൊലി പോരുക, അതുപോലെ കൈന്റെ പൊറാടിമല കാലുമലൊക്കെ ഈ തൊലികൾ ഇങ്ങനെ വിണ്ട് കീറിയ രീതിയിൽ പോരുക. ഇതൊക്കെ നമുക്ക് ഇതിൽ വെള്ളം കറക്റ്റ് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ മൂത്രത്തിന്റെ അളവിൽ കുറവ് വരിക.
ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ശരിക്കും നമുക്ക് മൂത്രം എത്രത്തോളം വേണമെന്നുള്ളത്. ശരിക്കും 4, 5 അല്ലെങ്കിൽ 6 മുതൽ 8 പ്രാവശ്യം വരെ ശരിക്കും ഒരു ആരോഗ്യമുള്ള വ്യക്തി പ്രോപ്പറായിട്ട് മൂത്രം ഒഴിക്കണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി നോക്കൂ, കറക്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയും. അതുപോലെ തന്നെ മൂത്രത്തിന് പല രീതിയിൽ കളർ വ്യത്യാസങ്ങൾ വരും. നെക്സ്റ്റ് സ്ലൈഡ് ഉള്ളൂ. ഈ നോക്കി നോക്കട്ടെ, ഈ സ്ലൈഡ് നോക്കി നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും വെള്ളം നമ്മൾ മൂത്രം കറക്റ്റ് വെള്ളത്തിന്റെ അതേ കളറിലാണ് മൂത്രം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. ശരിക്കും നമ്മൾ ചെറിയൊരു ഡാർക്ക് ഇതിൽ ഫസ്റ്റ് കാണിച്ച ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, ചെറിയൊരു യെല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് വരണം. ഇപ്പൊ നോക്കി നോക്കൂ, രണ്ടാമത്തെ കളർ ഗുഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ സംബന്ധം വെച്ചാൽ മൂത്രത്തിന്റെ കളർ ചെറിയൊരു യെല്ലോ സ്ലൈഡ് കുറച്ച് കൂടി. ഇപ്പൊ നോക്കി നോക്കൂ, ഓരോ കളർ നോക്കുമ്പോഴും കളർ കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മള് മൂത്രത്തിന്റെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇതുപോലുള്ള കളർ വ്യത്യാസം വരിക. ലൈറ്റ് യെല്ലോ, അതുപോലെ തന്നെ ബ്ലഡ് ലാസ്റ്റ് ഈ ഒരു സംഭവം നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് ഒരു ബ്ലഡിന്റെ കളർ വന്നിട്ടുണ്ട് അല്ലെ. ഞാനൊരു എന്റെ റിസൾട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് വെള്ളം കുടിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നപ്പോ ഈ ലാസ്റ്റ് ഈ 3 കളർ ഉണ്ടല്ലോ, ഇതുപോലെയായിരുന്നു എന്റെ മൂത്രം വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ റിസൾട്ട് പറഞ്ഞപ്പോ പറയാൻ വിട്ടൊരു കാര്യമാണ്, കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു എനിക്ക്. ഈ കിഡ്നി സ്റ്റോൺ ഉള്ള സമയത്ത് മൂത്രം ഒഴിക്കുമ്പോ വെള്ളം എങ്ങനെ വന്നു വെച്ചാൽ ബ്ലഡ് പോലെയെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും മൂത്രം ബ്ലഡ് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്, കറക്റ്റ് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം എന്റെ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെൽഡിങ് ആയിരുന്നു. വെൽഡിങ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ഓവർ ചൂട് വരുന്ന സാഹചര്യത്തിന്, അതുപോലെ വർക്കൊക്കെ നമുക്ക് ഓവർ വർക്ക് വെയിലത്തുള്ള വർക്കുള്ള സമയത്തൊന്നും വെള്ളം കുടിക്കൂല. കാരണം വെച്ചാൽ അന്നൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നു വെച്ചാല് നമ്മളെ വർക്കിനായിരുന്നു, ശരീരത്തിൽ ഒരിക്കലും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് വെള്ളം താഴെ ഇറങ്ങിയെങ്കിൽ മാത്രമേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുറേശ്ശെ വെള്ളം കുടിക്കുള്ളൂ. ഇതിപ്പോ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ലൈഡ് മാറ്റിക്കോട്ടോ, തെറ്റായ ഒരു ഭക്ഷണ രീതിയാണ്. നമ്മളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കാത്ത ഒരു സാഹചര്യം. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ഒരു വെള്ളം കുടി. ഇതിൽ കണക്ട് ആയ പല ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ കോച്ച് ഈ പറഞ്ഞു വരുന്ന സമയത്ത്, നമ്മള് റിസൾട്ട് ക്ലാസ് ക്ലെൻസിങ് പറഞ്ഞ സമയത്ത് നമ്മളോട് പറയാറുണ്ട്, രാവിലെ തൊട്ട് തുടങ്ങി രാത്രി കിടക്കുന്ന തൊട്ട് മുന്നേ വരെ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളമാണോ അത് കുടിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഗ്ലാസ്സിലോ പാത്രത്തിലോ വെള്ളം കുടിക്കുന്ന അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് അല്ലെ. അത് എന്തിനാ പറയുന്നത് വെച്ചാല്, ഗ്ലാസ്സിലോ പാത്രത്തിലോ കുടിക്കുമ്പോൾ വെച്ചാൽ പല മെഷർമെന്റിലാണ് ഗ്ലാസ് വരിക, അതുപോലെ തന്നെ ഓരോ പാത്രങ്ങൾ വരിക. അപ്പൊ നമ്മൾ 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അളവ് കിട്ടും. ഇപ്പൊ ഒരു 4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ 4 ലിറ്റർ 4 ബോട്ടിൽ തീർന്നാൽ 4 ലിറ്റർ വെള്ളം കണക്കായി. അതേപോലെ തന്നെ വേറെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുന്നേ വെള്ളം സ്റ്റോപ്പ് ചെയ്യുക, ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നല്ലൊരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത്, ഫസ്റ്റ് ദഹനം നടക്കുന്നത് നമ്മുടെ വായിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ചിക്കന്, ബീഫ്, മട്ടന് എല്ലാം നല്ല കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ്. ഇപ്പൊ രാജ് സാറ് പല സമയത്തും പറയാറുണ്ട്, നമ്മൾ ചിക്കൻ പോലുള്ള അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന സമയത്ത് ഒരു 23 അല്ലെങ്കിൽ 27 പ്രാവശ്യം ചവച്ച് കഴിക്കുന്നത് പറയാറുണ്ട്. ഈ ചവച്ച് കഴിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ദഹനം നമ്മളെ വായയിൽ നടന്നു അല്ലെ. വായയിൽ നിന്ന് ഫസ്റ്റ് ദഹനം നടന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദഹനം നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ആമാശയത്തിൽ പോയിട്ട് അവിടുന്നാണ് പ്രോപ്പറായി ദഹനം നടക്കുക. ഈ സമയത്ത് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ദഹനം പ്രോപ്പറായി നടക്കൂല. എന്താ കാരണം? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഇത് നമ്മളെ ഓരോ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ സമയത്ത് നോക്കി നോക്കൂ, കറക്റ്റ് ആയിട്ട് ചിക്കൻ കഴിക്കുന്ന സമയത്ത് ചിക്കന്റെ എല്ല് കഴിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ബീഫിന്റെ എല്ല് കഴിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാനൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു സംഭവം അതേപോലെ കിടക്കുന്നില്ലല്ലോ, കറക്റ്റായിട്ട് ദഹിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഈ സമയത്ത് വെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക? ഭക്ഷണത്തിന്റെ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ദഹനം നടക്കൂല, ഡൈജഷൻ നടക്കൂല. അതിന്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും ഗ്യാസ്ട്രിക് വരാൻ സാധ്യതയുണ്ട്, അസിഡിറ്റി വരാൻ സാധ്യതയുണ്ട്, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, അപ്പൻഡിക്സ്, അൾസർ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കാരണമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കുടിക്കാത്ത സാഹചര്യം. ഞാൻ മുന്നേ പറഞ്ഞ കാരണം വെച്ചാല്, ഞാന് ശരിക്ക് വെള്ളം 82-83 കിലോ ഉണ്ടായിരുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്റെ ഭക്ഷണ രീതി എങ്ങനെയാന്ന് വെച്ചാല്, സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം രാവിലെ എന്റെ ഒരു റൂട്ടീൻ, രാവിലെ ഒരു 8 മണിക്കാണ് വർക്കിന് ഇറങ്ങുന്നത്, 7:30 സമയത്ത് എണീക്കാറുള്ളൂ.
7:30 എണീറ്റ് അപ്പൊ എന്താ ഉണ്ടാക്കിയത്, ചിലപ്പോൾ ഒരു ദോശ കഴിച്ച് നേരെ വർക്കിന് കൊണ്ടു, 8 മണിക്ക് പണിക്ക് കയറണം. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോണ സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മണിക്കാണ് മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. 10 മണിക്ക് വർക്ക് സാധാരണ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. 10 മണിക്കുള്ള ഒരു നാസ്തയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പൊറോട്ട, ബീഫ് ഫ്രൈ അല്ലെങ്കിൽ മീൻകറി, പത്തിരി. ഈ സാഹചര്യമായിരുന്നു എന്റെ ഭക്ഷണം ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉച്ചക്ക് വീട്ടിന്റെ അടുത്ത് തന്നെയാണ് വർക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉച്ച സമയത്ത് നിറച്ച് വീട്ടിലെ അടുത്തായാണ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാറ്. ഉമ്മയാണ് ഭക്ഷണം കഴിക്കുക, വൈഫിന് ഭക്ഷണം വിളമ്പാൻ ഉമ്മ സമ്മതിക്കാറില്ല. എന്താ വെച്ചാല് വൈഫ് പാകത്തിന് വിളമ്പുള്ളൂ, ഉമ്മണി വറച്ച് കുമ്പിച്ച് ഈ ചോറ് വിളമ്പുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചോറ് നിറച്ച് വിളമ്പിയിട്ട് ഞാൻ പറയും ഉമ്മ എന്തിനാ എത്രത്തോളം ചോറ് വിളമ്പിയിട്ടുള്ള ചോദിക്കും. എന്നിട്ട് ലാസ്റ്റ് എന്താ വെച്ചാൽ മൊബൈൽ കണ്ടിട്ടോ അല്ലെങ്കിൽ TV കണ്ടിട്ടോ ഈ ഫുഡ് കഴിക്കും. ഈ ഫുഡ് കഴിച്ച് ഇതിന്റെ കൂടെ മാത്രമേ വെള്ളം കുടിക്കുന്നുള്ളൂ. ഈ ഫുഡ് കഴിക്കുന്ന സാഹചര്യത്തില് അതിന്റെ കൂടെ ആണ് വെള്ളം കുടിക്കുക. അതാണ് ഒരു വലിയ കപ്പിൽ വെള്ളം കൊടുക്കും. ആദ്യം ഒരു ഉരുള കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഉള്ളിൽ എത്തണം. അത്രത്തോളം അൺഹെൽത്തി ആയിരുന്നു എന്റെ സ്റ്റൊമക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു അനുഭവമാണ്. ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും പറ്റൂല, ഈ ഒരു ഭക്ഷണത്തെ കൂടെ ഞാൻ വെള്ളം കുടിക്കുന്നതാണ്, വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ എന്ന് പല ആളുകളും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് കൊച്ചിനോട്, സാറേ എനിക്കൊരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല, കാരണം എനിക്ക് ഭക്ഷണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം കുടിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളം സാറോട് പറഞ്ഞ ഭാഗം ഒരിക്കലും കുടിക്കാൻ പാടില്ല, ഇതിന്റെ ഭവിഷ്യത്തിൽ സാറ് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ്ട്രിക്, അസിഡിറ്റി, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, അപ്പൻഡിക്സ്, അൾസർ ഇതുപോലുള്ള അസുഖം വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. സത്യം നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഗ്യാസ്ട്രിക് ഉണ്ടായിരുന്നു, വയറൊക്കെ നല്ലോണം വീർത്തിട്ടുണ്ടായിരുന്നു, ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ എന്തൊരു ഭക്ഷണം കഴിച്ചാലും കുടിച്ചു കേട്ടാ. അതുപോലെ അസിഡിറ്റി വലിയൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ രാവിലെ എണീറ്റ് പാടെ പോകും, പിന്നീടും ഭക്ഷണം കഴിച്ച ഉടനെ വീണ്ടും പോകണം. ഇതായിരുന്നു എന്റെ സാഹചര്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഡയജഷൻ ട്രാക്ട് അത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് വർക്ക് കഴിഞ്ഞ് വന്നാൽ മിക്കവാറും ഭക്ഷണം ഇതിന് പറയാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കുള്ള ഒരു പലഹാരം മിക്കവാറും ആളുകൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. എല്ലാ വീടുകളും ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പലഹാരം തരും, ചായ പലഹാരം തരും. ഇത് ആ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഇതേപോലെ തന്നെ ഒരു വീട്ടിൽ വന്നാല് നന്നായിട്ട് ഒരു 2-3 ടൈപ്പ് സ്നാക്സ് ഉണ്ടാവും, മിക്സറോ ചിപ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാവും. അതൊരു പാത്രത്തിൽ കൊടുത്തു നോക്കും, അതിങ്ങനെ കഴിക്കും, അതിന്റെ കൂടെ ചായ കഴിക്കും, കേക്ക് ഇതുപോലെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു 10 മണി 11 മണിക്ക് ശേഷം ഡിന്നർ കഴിച്ചിരുന്നുള്ളൂ, അതും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബിഫോർ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ആ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. കൈസ് ആ ഫോട്ടോ ഒന്ന് വിടുക, ഷെയർ ചെയ്യും ബിഫോർ ഫോട്ടോ. ഈ ഒരു സാഹചര്യമായിരുന്നു ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതിന് സ്കിന്നിന്റെ കളറൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്കിന്നിൽ അത്രയും ഡ്രൈ ആയിരുന്നു എന്റെ സ്കിൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും, ഞാനൊരു ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. ആ സ്കിൻ ഫസ്റ്റത്തെ ഫോട്ടോന്റെ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, കുഴപ്പമില്ല. അപ്പൊ ആ കണ്ണട ഉണ്ടായിരുന്നല്ലോ, കറക്റ്റ് മൈഗ്രെയിൻ ആയ കാരണം ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചാണ് കണ്ണട ഉപയോഗിക്കണം എന്നുള്ളത്. ഇത് കറക്റ്റ് 3 മാസം ഇത് പ്രോഗ്രാം കറക്റ്റ് ഫോളോ ചെയ്ത ഭാഗമായിട്ട് എന്റെ കണ്ണട ഒഴിവാക്കാൻ പറ്റി, ഈ കോലം ഈ കോലത്തേക്ക് ആവാൻ പറ്റി. ഇതാണ് എന്റെ റിസൾട്ട്. ഇപ്പോ ഈ മാറ്റിക്കോളൂട്ടോ. ഈ വാട്ടർ ഇൻടേക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ 1-2 കാര്യങ്ങൾ ഞാൻ പറയാണ്. ശരിക്കും നമ്മളെ കയ്യില് ഇപ്പൊ ഈ സെഷൻ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ എപ്പോഴും ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, എപ്പോഴും ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. ഇന്ന് സെഷൻ ആയ കാരണമാണ് ഇത് കുടിക്കാത്തത്. നമ്മൾ കോച്ചേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ സൂം 1 മണിക്കൂർ ഈ സെഷൻ അല്ലെങ്കിൽ 40 മിനിറ്റ് സെഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ, കോച്ചേഴ്സ് മാത്രമല്ല എല്ലാ ആളുകളും ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ക്ലബിൽ കണക്ട് ആവുന്ന പുതിയ ആളുകളുണ്ട്, ഇവര് ഈ ഒരു വെള്ളം കയ്യിൽ വെക്കുകയാണ്. ഇതുപോലെ തന്നെ ചെയറിലേക്ക് ആളുകൾ തൊട്ടടുത്ത് ഈ ബോട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏകദേശം ചുരുങ്ങിയത് 1/2 ലിറ്ററെങ്കിലും വെള്ളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് ചെയ്യാത്ത ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ റിസൾട്ട് എടുക്കാൻ വരുന്ന ആളുകളാണെങ്കിലും കോച്ചസ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ഈ വെള്ളം ബോട്ടിൽ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വെള്ളം
ഇൻടേക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഏറ്റവും മിനിമം 1/2 ലിറ്ററെങ്കിലും വെള്ളം ഈ ഒരു സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ക്ലബിൽ വരുന്ന ആളുകൾ എപ്പോഴും നമ്മൾ വെള്ളം കൊണ്ടുവരാൻ പറയാറുണ്ട്. പുതുതായിട്ട് വരുന്ന ആളുകൾ പല ആളുകളും മറക്കും. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടി ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. പല ആളുകളുടെ കയ്യിലും പുതിയ പീപ്പിൾസിന്റെ കയ്യിൽ കാണുന്ന ഒരു സംഭവമാണ് നോർമൽ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ മിക്കവാറും ആളുകൾ കയ്യിൽ വെക്കാറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ആ ബോട്ടിൽ കയ്യിൽ വെക്കരുത്. കാരണം അതിൽ നമുക്ക് 1 ടൈം മാത്രം യൂസ് ചെയ്യാൻ പെർമിഷൻ ഉള്ള ആ ഒരു ബോട്ടിൽ. രണ്ടാമത് നമ്മൾ അതിൽ എന്ത് വെള്ളം ഒഴിക്കാന്നുണ്ടെങ്കിലും അതിൽ കെമിക്കൽ കണ്ടന്റ് കൂടും. കാരണം ആ ബോട്ടിൽ നിന്ന് എഴുതി വെക്കുന്നുണ്ട് 1 ടൈം യൂസേജ് എന്നാണ്. കാരണം പല ആളുകളും കാണുന്നതാണ്, പുതിയ ആളുകൾ വരുന്ന സമയത്ത് നോർമൽ ബോട്ടിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അത് ഉണ്ടെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാം. ഇതുപോലത്തെ നല്ലൊരു ബോട്ടിൽ വാങ്ങിക്കുക. അല്ലാണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ സ്റ്റീലിന്റെ ബോട്ടിൽ ഉണ്ടാവും, അത് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആണ്. ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് കമ്പനിയിൽ നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള 2 പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ സ്കിൻ ഇംപ്രൂവ് ആവാനും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന സംഭവമാണ് അല്ലെ, ഫേസ് ക്രീമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് കറ്റാർ വാഴ അല്ലെ. കാണാറുണ്ട്. ആ സ്ലൈഡും ഷെയർ ചെയ്യും. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്കിൻ ഇംപ്രൂവ് ആവാനും വെള്ളം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാനും ഏറ്റവും ബെറ്റർ ആയ ഒരു പ്രൊഡക്റ്റ് ആണ് അലോ കോൺസെൻട്രേറ്റ്. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മളെ സ്കിന്ന് സ്മൂത്ത് ആവാനും നമ്മുടെ ഡയജഷൻ ട്രാക്ക് കറക്റ്റ് ആവാനും കറക്റ്റ് ന്യൂട്രീഷൻ ഒബ്സർവ് ചെയ്യാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അലോ കോൺസെൻട്രേറ്റ്. ഇതിന്റെ ഗുണങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു സാധാരണ മിക്കവാറും ആളുകൾ എടുക്കാറുള്ളത് ആ ബോട്ടിലിന്റെ അടപ്പിലാണ്. കോച്ചസ് അങ്ങനല്ല, കോച്ചസ് നേരെ ക്ലാസ്സിലേക്ക് ഒഴിച്ചാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മൾ മിക്സ് 15 മില്ലി 1 ടൈമിൽ 120 മില്ലി വെള്ളത്തിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം. ഈ ബോട്ടിലിന്റെ ക്വാണ്ടിറ്റി 500 മില്ലിയാണ്. ഈ സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ മഴക്കാലാണ് വരാൻ പോകുന്നത്. ഈ സമയത്ത് പല ആളുകളും വെള്ളത്തിന്റെ അളവ് കുറക്കാറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഈ മഴക്കാലത്ത് വെള്ളത്തിന്റെ അളവ് കുറക്കരുത്. നമ്മുടെ കോച്ചസ് പറഞ്ഞൊരു കാര്യമാണ്, വെള്ളത്തിന്റെ അളവ് 20 ലിറ്ററിന് 1 ലിറ്റർ നിർബന്ധമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതുപോലെ ഓരോ ഓർഗൻസും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മഴക്കാലമാണല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് പോത്തും കൂടി വെള്ളം കുടിക്കാത്ത സാഹചര്യം എന്നുള്ളത്, കാലഘട്ടം എന്നുള്ളത്. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാ. ശരിക്കും നമ്മൾ ഓരോ ഓർഗൻസ് വർക്ക് ചെയ്യാനും നിർബന്ധമായിട്ട് വെള്ളം ശരീരത്തേക്ക് വേണം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനൊക്കെ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ അലോ കോൺസെൻട്രേറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ സാഹചര്യത്തില് നമുക്ക് റീഹൈഡ്രേഷൻ നടക്കാറുണ്ട് അല്ലെ. കറക്റ്റ് വെള്ളം കുടിക്കാത്ത സാഹചര്യത്തില് നമുക്ക് കുറെ ബുദ്ധിമുട്ട് നടക്കാറുണ്ട്. അപ്പൊ അതിന് ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ് 24 ഹൈഡ്രേറ്റ്. ഈ ഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. രാവിലെ ഹാല ചെയ്യാറുണ്ട്, അതുപോലെ ചില സമയം വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന മുന്നേ ഈ വർക്കൗട്ട് നന്നായിട്ട് വയർത്ത് പോകുന്നുണ്ട് നമ്മള് അല്ലെ. ഇന്നത്തെ ഹാലൊക്കെ എക്സലന്റ് ആയിരുന്നിട്ടാ. ഇന്നത്തെ ഹാല 2-3 ഞാൻ ഹാല കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഞാൻ താങ്ക്സ് നമ്മുടെ കോച്ചിനാണ്, എന്റെ സ്പോൺസർ സീനിയർ കോച്ചിനാണ്. കാരണം വെച്ചാൽ നമ്മള് കോച്ചേഴ്സ് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂല എന്നുള്ള ഒരൊറ്റ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പൊ കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഹാല ചെയ്യാറുണ്ട്, ഞങ്ങൾ ടീമോട് കൂടി ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു 750 അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഇതിന്റെ ഒരു ശേഷം എടുത്തിട്ട് കലക്കി നമ്മൾ തണുത്ത വെള്ളത്തിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഇടയിൽ സിപ്പായി കുടിക്കാൻ കോച്ചസ് പറയാറുണ്ട്. ഈ ഒരു സമയത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയർച്ച് പോണ സാഹചര്യം നമുക്ക് എനർജി നഷ്ടപ്പെടും. പക്ഷെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. ആ ഒരു മണിക്കൂർ പോണതിന് നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല പ്രോപ്പർ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഈ സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ കൂടെ വേണ്ട ഒരു സംഭവമാണ് ഹൈഡ്രേറ്റ്, 24 ഹൈഡ്രേറ്റ്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് എപ്പോഴും ഇല്ലാത്ത ആളുകൾ നിങ്ങൾ കോച്ചിനോട് പറഞ്ഞു ഇത് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങുക. അതുപോലെ തന്നെ പറഞ്ഞു അലോ കോൺസെൻട്രേറ്റ്. ഇത് നമ്മൾ ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിൻ ഇംപ്രൂവ് ആവാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു 2 പ്രൊഡക്റ്റുകളാണ്. വെള്ളത്തിന്റെ ജലാംശം നിലനിർത്താനാണ് ഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ അലോ കോൺസെൻട്രേറ്റ് സ്കിൻ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ ഗഡ് ഹെൽത്തിന്, വയറിന്റെ ഹെൽത്തിനൊക്കെ പല ആളുകളും പറയാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പിടിച്ചു തീട്ട, കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ വരിക. ഇതൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ഈ അലോ കോൺസെൻട്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതുപോലെ നമുക്ക് കറക്റ്റ് കുറെ പ്രോഗ്രാമുകളുണ്ട്. ഏകദേശം പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കിന്നിനാണെങ്കിലും നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള കമ്പനി എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ലാസ്റ്റ് നമുക്ക്
വന്നിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ, സ്ലീപ്പ് എൻഹാൻസ്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് 1 മന്ത് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഫോർമുല 1 പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളെ എത്രത്തോളം നമ്മുടെ കമ്പനി വാച്ച് ചെയ്യുന്നത്, എത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, അതുപോലെ നമ്മൾ കോച്ചസ് പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷൻ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ലൈഫ് റൺ ചെയ്ത് പോകാൻ പറ്റുന്നത് ഞാൻ ഉറപ്പ് തരുകയാണ്. ഓക്കെ, ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ കോച്ചിന്റെ ഗൈഡൻസ് കറക്റ്റ് കയ്യിൽ പിടിച്ച് പോയതുകൊണ്ടാണ്. ഇപ്പൊ പുതിയ വന്ന ആളുകൾ പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കോച്ച് ഉണ്ടാവും. ആ കോച്ച് എന്താണ് നിങ്ങൾ പറയുന്നത് അത് കറക്റ്റ് ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് എടുക്കാനും അതുപോലെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ കോച്ചിന്റെ ഒരു കൈ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാ, നിങ്ങൾക്ക് ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കണം. ഓക്കെ, ഇതുപോലെ ഞാൻ കുറച്ച് ഫാസ്റ്റായി പറഞ്ഞു തന്നു അല്ലെ. ഇതുപോലെ റിസൾട്ട് എടുത്ത വ്യക്തികൾ ഇപ്പൊ നമ്മൾ തെറ്റായ ഭക്ഷണം, ഞാൻ പറഞ്ഞ വെള്ളത്തിന്റെ കാര്യങ്ങൾ കറക്റ്റ് കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, കറക്റ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കഴിച്ചിട്ട് ഉള്ള ആളുകള്, കറക്റ്റ് തെറ്റായ ഭക്ഷണ രീതിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഭക്ഷണ രീതിക്ക് വന്ന ആളുകൾ, അതുപോലെ ഈ പ്രോഗ്രാം ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത ആളുകൾ, വെയിറ്റ് ഗെയിൻ ചെയ്ത ആളുകൾ, കുറെ ആളുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതുപോലെ റിസൾട്ട് എടുത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 പേർക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ റിസൾട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഹസീന. ഞാൻ ടീം ഫിറ്റ് ലൈഫിലാണ് കണക്ട് ആയിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ ഞാനൊരു 3.5 വർഷം മുന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 20 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല. ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സെന്ററിലേക്ക് കണക്ട് ആയത്. വന്ന സമയത്ത് എനിക്ക് നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബോഡി ഫാറ്റ് ചെക്കപ്പ് ചെയ്തു തന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ചെക്കപ്പ് ചെയ്തിരുന്നതും അതിനെ കുറിച്ച് അറിയണത് തന്നെ. വെയിറ്റ്, ഫാറ്റ്, BMI, അതേപോലെ തന്നെ വിസറൽ ഫാറ്റ് ഒക്കെ നോക്കിയ സമയത്ത് എല്ലാം ഓവർ ആയിരുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം 8 വർഷത്തോട്ടായിട്ട് രാത്രി എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് 23 വർഷമായിട്ട് മൈഗ്രെയിന്റെ തലവേദന, PCOD, തൈറോയിഡ്, പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, കൊളസ്ട്രോള്, ഷുഗർ എന്ന് മാത്രമല്ല എല്ലാവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോട്ടക്കൽ മിംസിൽ കാണിച്ചിട്ടായിരുന്നു മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറോട് ഷുഗറിന് കാണിക്കാൻ പോയപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഷുഗർ ഉണ്ട്, പ്രഷറും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വേറെ ഒന്നും നോക്കിയില്ല. ഡോക്ടർ മെഡിസിൻ എഴുതി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മരണം വരെ മെഡിസിൻ കഴിക്കണം, നിങ്ങൾക്ക് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ സാർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളത്തിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫുൾ ടൈം മൈഗ്രെയിന്റെ തലവേദന ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കിടത്തത്തിലായിരുന്നു. ഫുൾ ടൈം കിടക്കുക. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കില്ലായിരുന്നു. കാരണം എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ പോണ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്റെ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും എന്റെ ഫേസിലുള്ള ഡാർക്ക്നെസ്. ഞാൻ ഇടപെടട്ടെ അച്ഛന. ഇപ്പൊ നിങ്ങൾ മൈഗ്രെയിന്റെ കാര്യം പറഞ്ഞു, കുറച്ച് അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു. ശരിക്കും നമുക്ക് ഒരു മനുഷ്യന് പ്രോപ്പറായിട്ട് ഉറക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഒരു ദിവസം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടി ഉറക്കില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ? ഒന്നുകൂടെ ചോദിക്കോ സാർ, ക്ലിയർ ആയില്ല. എനിക്ക് സൗണ്ടിന്റെ പ്രശ്നം വന്നത് എന്റെ ഇവിടുത്തെ പ്രോബ്ലം ആണ്. ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഉറക്കത്തിന് നല്ല ആശ്വാസം കിട്ടുന്നുള്ളത്. അപ്പൊ മുന്നേ നിങ്ങൾ ഉറക്കം ഉണ്ടായിരുന്നത്? മുന്നേ ഉറക്കം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചേ. എങ്ങനെയായിരുന്നു ഉറങ്ങിയിരുന്നത്? എത്രത്തോളം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഒരു 8 വർഷത്തോളായിട്ട് എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. നേരം വെളുക്കാൻ സുബഹി ബാങ്ക് കൊടുത്ത് ഒരു 5 മണി 5:30 ആകുമ്പോൾ മാത്രമാണ് എനിക്ക് ഉറക്കം വരിക. പിന്നെ പകൽ ടൈം ഫുള്ള് കിടക്കണം. രാത്രി ഉറങ്ങാത്താണല്ലോ. പിന്നെ വെയിലുള്ളത് കാരണം തന്നെ ഒരു വെയിൽ ചൂടാവുന്നത് വരെ തീരെ പറ്റില്ല മൈഗ്രെയിന്റെ തലവേദന. ഒരു ഉച്ചക്ക് ഒരു 2 മണി ഒരു ടൈമില് എനിക്കൊന്ന് ഛർദ്ദിച്ചു പോകണം. അപ്പൊ മാത്രമാണ് തലവേദനക്ക് കുറച്ചൊരു സമാധാനം കിട്ടുക. പിന്നെ ഫുൾ ടൈം കിടന്ന ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കാരണം ബിഫോറും ആഫ്റ്ററും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള
ഭയങ്കര കളറുകളായിരുന്നു. ഇവിടൊക്കെ ഡാർക്ക് കളറുകളായിരുന്നു. പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഒരാഴ്ചക്ക് ആകുമ്പോഴേ തന്നെ എന്റെ ഫേസിൽ നല്ല മാറ്റം വന്നു തുടങ്ങി. നല്ല കളർ വന്നു തുടങ്ങി. പിന്നെ മാത്രമല്ല ഞാൻ സാർ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലർ വെള്ളം കുടിക്കുന്നു. എന്റെ വീട്ടുകാർ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം എന്താ വെച്ചാല്, നീ എന്താ ഗുളികയാണോ കഴിക്കണത്? ഓരോ ഉരുളക്കും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമല്ലോ. ഓരോ ഉരുള കഴിക്കുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം അത്രയും സമയം വെള്ളം കുടിക്കുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ കൂടെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരു 3.5 വർഷമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ കുട്ടികളും ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്കുകളൊന്നും എന്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യാൻ സമ്മതിക്കണില്ല. കാരണം അത്രക്കും എന്റെ ഫാമിലിക്ക്, എന്റെ പേരൻസിന് ഒരു പക്ഷെ അത് അറിയാഞ്ഞിട്ടാവോ ഇപ്പോഴും ഇതിലിരിക്കുന്ന പേരൻസ് ആയാലും പുതിയത് വന്നവരായാലും അവർക്കും അറിയണ്ടാവില്ല എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ നല്ലൊരു കോച്ചിന്റെ ഗൈഡൻസ് കിട്ടിയപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചതും അത് ഫോളോ ചെയ്യാൻ സാധിച്ചതും. അതുകൊണ്ട് തന്നെ ഇപ്പൊ 3.5 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിസ്റ്റ് ഇല്ലാത്തൊരു ലൈഫ് റൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ എന്റെ കോച്ചസിനോട് താങ്ക്സ് പറയണത്. എന്റെ കോച്ച് ധർമ്മരാജൻ സാറ്, സുഭേഷിന് ടീച്ചർ, എന്റെ സീനിയർ കോച്ചുമാര് സെലീന നസീർ, അതേപോലെ എന്റെ അപ്ലൈൻ കോച്ചുമാര് ഷിക്കി മേഡം, അൻസാർ സാറ്, ഇവർക്ക് എല്ലാവർക്കും എന്റെ ഫ്രം ദ ഹാർട്ടിൽ ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് അനീഷ് മുഹമ്മദ്. ഞാൻ വയസ്സ് 33. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. ഞാൻ ടീം ഫിറ്റ് ലൈഫിന്റെ ഭാഗമാണ്. സത്യത്തിൽ ഇന്നത്തെ ഒരു സെഷന് കേൾക്കുന്ന സമയത്ത് പഴയ എക്സ്പീരിയൻസ്, പഴയ അനുഭവങ്ങൾ ശരിക്കും ഫീൽ ചെയ്യാൻ കഴിഞ്ഞ ഒരു നിമിഷമാണ്. ഞാൻ പേഴ്സണലി എൻ്റെ ബിഫോർ ഹെർബലൈഫ് ഞാൻ വരുന്നതിന്റെ മുന്നേ ഒരു കച്ചവടക്കാരനാണ്. ഇപ്പോഴും ബിസിനസ്സുകാരൻ എന്ന നിലക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഫോക്കസ് ഫുള്ള് ബിസിനസ്സിലായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനും വെള്ളത്തിനും വലിയ പ്രാധാന്യം കൊടുക്കൂല. വിശേഷിച്ച് എന്ന് എടുത്ത സെഷൻ അങ്ങനെയാണ് അഷ്റഫ് സാറ്. എന്താ വെച്ചാല് വെള്ളത്തിന്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കൂല. കാരണം ആ നേരം മുത്രയിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് നെഗറ്റീവ് വരൂ എന്നാണ് പലപ്പോഴും ധരിക്കുക. ഈ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നത്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളി എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഏകദേശം ഒരു 117 കിലോ ഉണ്ടായിരുന്നു. തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത്. എല്ലാ പ്രോസസ് ഫുഡുകളും, അൾട്രാ പ്രോസസ് ഫുഡുകളൊക്കെ വാരി വലിച്ച് കഴിച്ചതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ ഒരു ബിഫോറിലേക്ക് വരാനുള്ള ഒരു കാരണം. അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി. ഇപ്പോ ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എന്റെ ബിഫോറിൽ കളറിലൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോ ഇത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി, എഡ്യൂക്കേഷൻ സെഷൻ എടുത്തു. എന്റെ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്യാൻ തുടങ്ങി ഭക്ഷണ രീതിയിൽ. അതിലുണ്ടായ ഒരു മാറ്റം എന്താ വെച്ചാല് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാനുള്ള സമയവും കിട്ടി. പ്രോപ്പറായി വെള്ളം കുടിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന വലിയ തടസ്സമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലെ തന്നെ. സാറും നേരത്തെ അനുഭവത്തിൽ പറഞ്ഞു, നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കും. എന്നാൽ ഇവിടെ ഞാൻ എന്റെ കോച്ചിനോട് ചോദിച്ച സമയത്ത് കോച്ച് എനിക്ക് ഗൈഡൻസ് നൽകിയ ഒരു കാര്യം എന്താ വെച്ചാൽ, പള്ളികളും പിന്നെ അതേപോലെ മൂത്രശാലകളും പെട്രോൾ പമ്പൊക്കെ പിന്നെ എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് വരെ അത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് എന്റെ റിസൾട്ടിന് കൂടുതൽ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. അതാണ് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 1.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യാനും അതിനേക്കാൾ കൂടുതൽ ബോണസ് ആയിട്ട് എന്റെ സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. വെള്ളത്തിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്താണ്. കാരണം സ്കിന്ന് നല്ല ഇമ്പ്രൂവ്മെന്റ് ആവാനും ഗ്ലോ ആവാനും കഴിഞ്ഞത് ഈ വെള്ളം കൃത്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. മറവികൾ ഉണ്ടാവും, പലപ്പോഴും ബോട്ടിലുകൾ കൊണ്ടുപോകുന്ന സമയത്ത് മറന്നു പോകും. പക്ഷെ എങ്കിൽ തന്നെയും ഡെയിലി ബേസിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഏത് പരിപാടിയിൽ പോയാലും എവിടേക്ക് പോകുന്ന സമയത്തും വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓർമ്മിച്ച് നമുക്ക് കുടിക്കാനുള്ള ഒരു ആവേശം കിട്ടുകയും ആ കംപ്ലീറ്റ് പോർഷൻ പൂർത്തിയാക്കാനും കഴിയുന്നുണ്ട്. എനിവേ ഈ അവസരം എനിക്ക് നൽകിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമക്കും അതേപോലെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇത്രയും നല്ല രീതിയിൽ ട്രാൻസ്ഫോം ആക്കിയത്. ഇതിലെ ഓരോ അനുഭവങ്ങൾ, ഓരോ ഹെൽത്ത് റിസൾട്ട്, ഫിറ്റ്നസ് റിസൾട്ടുകളാണ് നമ്മളെ ഇത്രയും നല്ല രീതിയിലേക്ക് കൺവേർട്ട് ആക്കിയത്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കും. താങ്ക് യു ഹെർബലൈഫ്, താങ്ക് യു മാർക്കിൻസ്. ലാസ്റ്റ് ഒരു ആൾക്കും കൂടി ഷെയർ ചെയ്യാൻ ചാൻസ്, കാരണം നമ്മൾ സമയം ആയിട്ടുണ്ട്. ഒറ്റ ആളും കൂടി ഷെയർ ചെയ്ത് നമുക്ക് ഞാൻ രാജേഷ്. ഗുഡ് മോർണിംഗ്, സംസാരിച്ചോളൂ, കേൾക്കണ്ടേ? എനിക്ക് 49 വയസ്സുണ്ട്. ഞാൻ എറണാകുളം
പൂത്തോട്ട പറവൂർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഞാനിതിൽ ജോലി ചെയ്തിട്ട് 15 ദിവസമായി. എനിക്ക് വെയിറ്റ് കൂടുതലാണ്, 25 കിലോയോളം. ഓക്കെ 15 ദിവസം കൊണ്ട് ഒരു 5 കിലോയോളം കുറവുണ്ടായിട്ടുണ്ട്. സൂപ്പർ എക്സലന്റ് റിസൾട്ട്. ആ പിന്നെ കോച്ചിന്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഞാൻ ഡെയിലി 5 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, അത് മുടക്കാറില്ല. പിന്നെ ഇപ്പൊ 2 നേരം ഷെയ്ക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എത്ര എക്സസ് വെയിറ്റ് ഉണ്ട് നിങ്ങള്? എത്രത്തോളം എക്സസ് വെയിറ്റ് ഉണ്ട്? 25 കിലോ കൂടുതലായിരുന്നു. 25 കിലോ, അതിൽ 5 കിലോ കുറച്ചില്ലേ? കാരണം ഇങ്ങനെ 15 ദിവസം കൊണ്ട് 5 കിലോ കുറച്ചാൽ നമ്മൾ കമ്പനിക്ക് നഷ്ടമാണല്ലോ. വെള്ളം കൂടി 5 ലിറ്റർ വെച്ച് ഡെയിലി കുടിക്കും. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അതെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്റ്റാർട്ടിംഗ്? ഇല്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് നമ്മള് കറക്റ്റ് നിങ്ങളുടെ കോച്ച് എന്താണ് പറയുന്നത് എന്റെ റിസൾട്ട് എടുക്കുന്നത് വരെ നിങ്ങൾ ലാസ്റ്റ് 25 കിലോ വെയിറ്റ് ലോസ് ചെയ്യേണ്ട പറഞ്ഞു. 25ാമത്തെ കിലോ ലാസ്റ്റ് 100 ഗ്രാം കുറയുന്നത് വരെയും കോച്ച് എന്താണ് പറയുന്നത് കറക്റ്റ് ഫോളോ ചെയ്യാം. ഉറപ്പായി നിങ്ങൾക്ക് എന്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ കുറെ ആളുകളെ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യാനും ഇതിലൂടെ പറ്റും. നിങ്ങൾ സാധിക്കട്ടെ ആശംസിക്കാണ്. കോച്ചിന് താങ്ക്സ് പറഞ്ഞോളൂ. ആരാണ് കോച്ച്? അവരുടെ നിർദ്ദേശാനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അവരുടെ ആവശ്യം കൊണ്ടാണ്. ഒരു എക്സലന്റ് കോച്ചാണ്. താങ്ക്സ്. താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മളെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. കാരണം 2 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമില് നമുക്ക് കുറച്ച് ഒരു 1-2 കാരണം പറയാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 15 ഏകദേശം 7ഓളം ദിവസമായി നമ്മളെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ? എന്താണ് ഒരു കോമ്പറ്റീഷൻ മാരത്തോൺ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന കുറെ വ്യക്തികൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. ഇപ്പൊ എക്സലന്റ് റിസൾട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് 6 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് ഒക്കെ 4-5 കിലോ വെയിറ്റ് കുറച്ച് ആളുകളുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ ഒരു വരുന്ന ഒരു 4 ദിവസം കൂടി ഇതിലും ഫസ്റ്റ് 3-4 ദിവസം നിങ്ങൾ ചെയ്തതിനേക്കാളും ഒന്നും കൂടി എഫേർട്ട് എടുത്ത് നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുക, എക്സലന്റ് റിസൾട്ട് എടുക്കുക. ലാസ്റ്റ് 15ാം തീയതി വരുമ്പോ ഈ സെഷൻ അല്ലെങ്കിൽ അവസാനം വരുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആ ക്യാഷ് പ്രൈസ് കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ മത്സരിക്കുക. നിങ്ങൾ മത്സരിക്കേണ്ട ആരോട് വെച്ചാൽ നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് മത്സരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആളോടല്ല. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോ എല്ലാ ആളുകൾക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സെഷൻ എനിക്ക് എടുക്കാൻ അവസരം തന്ന എന്റെ സീനിയർ കോച്ച് അൻസാർ സാറ്, ഷക്കി മാഡം, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ലീഡർ രാജ്കുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മാത്യു സാറ്, അതുപോലെ തന്നെ ഹെർബാ ലൈഫ്, അതുപോലെ തന്നെ എനിക്കൊരു ഇതിന് അവസരം തന്ന ഫിറ്റ് ലൈഫ് ടീം വൈസ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഞാൻ എന്റെ ഫ്രണ്ടാണ് താങ്ക്സ് പറയാന്. ഇതുപോലെ തന്നെ സെഷൻ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു സർ.